അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മിനൽ ജിന്നത്തി വന്നാസ്. ഭൂത വിഭാഗത്തിലും മനുഷ്യ വിഭാഗത്തിലും പെട്ട ഹൃദയത്തെ ദുർബോധനം കൊണ്ട് പഴപ്പിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ശക്തികളുടെയും ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അതിൽ ജിന്ന വിഭാഗത്തിൻ്റെ ഷർറ് വരുന്ന ലൈനുകളാണ് ഇന്നലെ ഒരൽപ്പം സൂചിപ്പിച്ചത്. ഈ മനുഷ്യ വിഭാഗത്തിൽ എങ്ങനെയാണിത് വരിക എന്നുള്ളതാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലർ അങ്ങനെ തന്നെ ശൈത്താന്മാരായവരുണ്ട്. ശൈത്താനെ വണങ്ങി വഴങ്ങി കീഴ്പ്പെട്ട് സേവിച്ച് സ്നേഹിച്ച് അവസാനം അവന്റെ പാവയായി, പിന്നെ സ്വന്തമായി, പിന്നെ അവൻ തന്നെ പിശാചായി മാറി. അങ്ങനത്തെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാർ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിന് പല അർത്ഥങ്ങളിൽ ഒരർത്ഥം എങ്ങനെയുണ്ട്. അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, ബില്ലാഹി അള്ളാഹുവിനോട്, മിനശ് ശൈത്വാനിർ റജീം, ആട്ടി ഓടിക്കപ്പെട്ട പിശാച്ചിൽ ഞാൻ പെടുന്നതിനെ തൊട്ട്. മനുഷ്യൻ തെറ്റ് ചെയ്ത് സ്വന്തം പിശാച്ചായി മാറുന്ന അപകടം വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ശൈത്താനായി മാറുക, അതിന്റെ പ്രകടമായ ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. റമളാനിൽ ശൈത്താന്മാരൊക്കെ ചങ്ങലക്കിടുന്ന ഹദീസിലുണ്ടല്ലോ. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, റമളാനിലും കള്ളുടിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. അത് അള്ളാഹ് ചങ്ങലക്കിടുന്ന ശൈത്താന്മാരല്ല എന്നാണ് അതിന് മറുപടി. അള്ളാഹു ചങ്ങലക്കെടു എന്ന് പറഞ്ഞത് പിശാചുക്കൾ ഭൂതവർഗത്തിലായവരെയാണ് ചങ്ങലക്കെടു എന്ന് പറയുന്നത്. റമളാന് കള്ളുടിക്കുന്ന ആളെ, വ്യഭിചരിക്കുന്ന ആളെ ശൈത്താൻ പഴപ്പിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞത് ശരിയല്ല. പിന്നെന്താ പറയണ്ടേ? ഇനി ഓനെ വേറെ ആളെ പഴപ്പിക്കോ നോക്കിയാൽ മതി. കാരണം ഇവനെ ശൈത്താൻ പഴപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവൻ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താനാണ്. എന്തിനാ പുറത്തുനിന്ന് പഴപ്പിക്കണേ? ഇവൻ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താനാണ്. റമളാനിൽ ഹറാം ചെയ്യണോൻ മനുഷ്യന്റെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താനാണ്. ഓനിഞ്ഞ് പുറത്തുനിന്ന് ഒരാളൊന്ന് പഴപ്പിക്കണ്ട. അതെങ്ങനെ അങ്ങനെ ആവുക? അതിന് മഹാന്മാർ പറഞ്ഞ പല വഴികളും. ഒന്നെന്താ പറയുക, നമ്മൾ ഈ തെറ്റുകൾ ചിന്തിക്കണ ആ തുടക്കമുണ്ട്. അങ്ങനെ മനസ്സിൽ വരുമ്പോ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യമില്ല. അതിന് ഖത്തറത്ത് എന്ന് പറയാം. ഖവാത്തിർ, ഖത്തറത്ത് ഇങ്ങനെയൊക്കെ പറയും. അത് ആ സമയത്ത് അത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് ഫിക്രത്തായി മാറും. രണ്ടാം സ്റ്റേജാണ്. അതിലും ശിക്ഷ വരൂല. മൂന്നാം സ്റ്റേജ് അസ്മത്താണ്. അതും മോശമാണ്, എന്നാൽ വലിയ അപകടമല്ല, ഈമാനെ പറ്റേ ബാധിക്കുന്നതല്ല. അസ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ വരുന്നത് മഅസിയത്താണ്. അപ്പൊ സംഗതി സംഭവിച്ചു. മഅസിയത്തിൽ നിന്ന് രക്ഷപ്പെടും തൗബ ഉണ്ടെങ്കിൽ. പക്ഷെ തൗബ ചെയ്യാതെ മഅസിയത്ത് അവിടെ കിടന്ന് ചീഞ്ഞു നാറി ദുർഗന്ധം പരത്തി ഹൃദയം മോശമായാൽ ആ മഅസിയത്ത് പിന്നെ ഖസ്വത്തായി മാറും. 5ാം സ്റ്റേജാണ്. ക്യാൻസറിന് 4 സ്റ്റേജ് ആണെങ്കിൽ ഇതിനൊരു 6 സ്റ്റേജ് ഉണ്ട്. ശൈത്താൻ ആണ് രൂപമാണ് ഞാൻ പറഞ്ഞത്. മഅസിയത്തിൽ നിന്ന് പുറത്തം വിട്ടാൽ പിന്നെ 5ാം സ്റ്റേജ് ഖസ്വത്താണ്. ഖസ്വത്ത് വന്നാൽ ഏകദേശം 90% ശൈത്താനായി. അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, സുമ്മ ഖസദ് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ ഹിജാറത്തി വശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹു പറഞ്ഞല്ലോ, ഖസ്വത്ത് ബനൂ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ആയി കെട്ടുപോയി, നഷ്ടപ്പെട്ടു, മോശപ്പെട്ടു, അവസാനങ്ങളൊക്കെ പാറയേക്കാൾ കടുത്ത ഹൃദയക്കാരായി എന്ന് പറയില്ലേ, അത് ഖസ്വത്ത്. വളരെ പാടാണ് അതിന് രക്ഷപ്പെടാൻ. ഏകദേശം 30% മേലെ ശൈത്താനായി. പക്ഷെ അപൂർവ ആളുകൾ രക്ഷപ്പെടും. ഏതൊരു മഹാന്റെ മുമ്പിലെത്തി, അല്ലെങ്കിൽ വലിയ ഏതോ ഒരു ഹിദായത്തിന്റെ വെളിച്ചോന് കിട്ടി, ആ ഖസ്വത്തൊക്കെ പോയിട്ട് അവൻ ലെവലാവും. പക്ഷെ ഖസ്വത്ത് കഴിഞ്ഞാൽ പിന്നൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ എത്തിയ അല്ലാഹു തആല കൽബിനെ സീല് വെക്കും. പിന്നെ ശൈത്താനാണ്. 6ാം ഘട്ടത്തിൽ ഓൻ ശൈത്താനായി മാറും. ഓൻ പിന്നെ
ജിന്നുകളെ പണി മുഴുവനും അതിനേക്കാളും ജോറായി മനുഷ്യരുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കും. മിനൽ ജിന്നത്തി വന്നാസ്, ആ അന്നാസ് ഈ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. ചിലപ്പം ജിന്നുകൾ സാക്ഷാൽ പിശാചിന് കുറച്ച് പണി ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ജുനൈദുൽ ബഗ്ദാദിന്റെ കാലത്ത് ഇബ്ലീസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തെന്ന് പണിയൊന്നുമില്ലെന്ന് വെച്ച് ഇരിക്കണുണ്ടപ്പോള് ഇന്ന് പണിയൊന്നുമില്ല, എന്താ അവിടെ അങ്ങനെ വയന്നിരിക്കണ വെച്ച് നമ്മളെ പരിപാടിയൊക്കെ ആ 3-4 കുടുംബക്കാരെ ഏറ്റെടുത്തിക്കണ. നമുക്ക് ആ ഏരിയയിൽ പണിയില്ല, ഫ്രീ ആണ്. നമ്മളെ പണി വേറെ അന്നാസ് ഏറ്റെടുത്തിക്കണ. കനപ്പന്റെ കൂടെ നടന്നു ഈ നെല്ലിക്കപ്പിലിട്ടിച്ചാൽ കുറെ കഴിഞ്ഞാൽ നെല്ലിക്കന്നെ ഉപ്പായിട്ട് മാറുമല്ലോ എന്ന് പറഞ്ഞാല് ഇവന്റെ കൂടെ നടന്നപ്പോ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ശൈത്താന്മാരയക്കണേ. അവിടെ നമ്മക്കിന്ന് ഫ്രീ ആണ്, ആ പണിയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓലെടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നീ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ എത്ര ആൾക്കാരെങ്ങനെ അയക്കണെന്ന്. വെറും ശൈത്താന്റെ പണിയെടുക്കുക, മനുഷ്യന്മാരാണ് ശൈത്താന്റെ പണിയെടുക്കുക. ശൈത്താന്റെ പണിയിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു, കുടുംബം തമ്മിൽ തെറ്റിക്കുക. അതന്നെ ശൈത്താനാണ്. എന്തുകൊണ്ട്? എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, കുടുംബം തെറ്റിയാൽ ലാ യദ്ഖുൽ ജന്നത ഖാതിഉർ റഹീം, കുടുംബം മുറിച്ചോ സ്വർഗത്തെ പോലാന്ന് ഹബീബാ നബി പറഞ്ഞാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്, കുടുംബബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയോ എന്റെ ആളാന്ന്. ഇനി പള്ളിയിലൊന്ന് കുത്തി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ ഇത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ശൈത്താനാവാന് വല്ലാതെ പണിയൊന്നും വേണ്ട, എങ്ങനെയും പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിലപ്പോ ഇബ്ലീസ് ഒന്ന് തൊട്ടുകൊടുക്കും, ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകും, ബാക്കിയൊക്കെ മനുഷ്യന്മാരേറ്റും. അതിന് ചില ആളുകൾ പറഞ്ഞൊരു ഉദാഹരണം, മുമ്പ് ഒരാളെ ഇബ്ലീസ് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്ന, ഞാൻ വലിയൊരു പണി നോക്കണില്ല, ഒരു ചെറിയ പണി എടുക്കുള്ളൂ, ബാക്കി നിങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കല്, നമ്മളെ പണി നിങ്ങൾ തന്നെ ഏറ്റെടുക്കൽ. കാണിച്ചു തരാന്നിട്ട് ഇയാൾ അങ്ങാടി കൊണ്ടുപോയി. എന്നിട്ട് അങ്ങാടിയിൽ കുറെ മിഠായി കടന്റെ അവിടെയാണ് കൊണ്ടുപോയി നിർത്തിയത്. അപ്പൊ അതിൽ മിഠായി കടയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് ജിലേബി വാങ്ങി, ശൈത്താൻ തന്നെ വാങ്ങിയാണ്ട് ഒരു ജിലേബിന്റെ കഷ്ണം ഇയാളോട് ഒരു നോക്കും, എന്റെ പണി ഞാൻ ഇത്രേ ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളാന്ന്. ഒരു ചെറിയ കഷ്ണം മിഠായിന്റെ കഷ്ണം മറ്റേ കടന്റെ ആ ഭരണിയിൽ ഇവൻ കൊണ്ടുപോയി തേച്ച്. ഇവനെങ്ങനെ മാറിക്കഴിഞ്ഞ് നോക്കിക്കൊണ്ട് എനിക്കും എന്റെ പണി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ആ മിഠായി തിന്നാൻ വേണ്ടി ഉറുമ്പുകൾ വന്ന്, കാരണം മിഠായിലോടത്ത് ഉറുമ്പ് വരില്ല, അവിടെ ഇപ്പൊ നോട്ടീസ് അടിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഉറുമ്പുകൾ വന്നപ്പോ ഒരു ഉറുമ്പുകൾ വരെയല്ലേ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഉറുമ്പുകൾ വന്നപ്പോ പിന്നെ പാറ്റ വരാൻ തുടങ്ങി. പാറ്റ വന്നപ്പോ പാറ്റനെ പിടിക്കാൻ പല്ലി വരാൻ തുടങ്ങി. പല്ലി വന്നപ്പോ പല്ലിനെ പിടിക്കാൻ എലി വരാൻ തുടങ്ങി. എലി വന്നപ്പോ എലിനെ പിടിക്കാൻ പൂച്ച വരാൻ തുടങ്ങി. ഇതിപ്പോ എവിടുന്നാ തുടങ്ങിയത്? ആ തുടങ്ങിയങ്ങൾ മറന്നത് തന്നെ ഞാൻ പറഞ്ഞു. ആ ഇബ്ലീസിന് അത്രേ ഉള്ളു പണി. ഒരു ചെറിയ നമ്മളാ സംഗതി തന്നെ മറന്നിട്ടുണ്ടാവും. പല്ലി വന്നു, പാറ്റ വന്നു, പാറ്റ വന്നു, പല്ലി വന്നു, പല്ലി വന്നു, എലി വന്നു, എലി വന്നു, പൂച്ച വന്നു. പൂച്ച വന്നപ്പോ മുട്ടായി ഭരണിക്കാരൻ അയാള് കച്ചവടം നടത്താൻ അങ്ങനെ ഇരിക്കല്ലേ. പൂച്ചനെ കണ്ടപ്പോ ഇയാള് ഈ ഭരണിന്റെ അടുത്തേക്ക് പൂച്ച വരല്ലേ, കത്തി എടുത്തിട്ട് ഒരൊറ്റ ഏറാണ്ട് കൊടുത്തു പൂച്ചനെ. കച്ചവടം ഇല്ലാതെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ കാരണം അങ്ങനെ ഇപ്പാക്കും, ഒരൊറ്റ ഏറാണ്ട് കൊടുത്തു. ഈ കത്തി നേരെ പോയിട്ട് മറ്റേ കടക്കാരന്റെ ഭരണിമ പോയി തട്ടി, അതാണ് പൊളിഞ്ഞത്. അതിൽ ഓൻ അവിടെ എണീച്ച്, ഞാൻ മിനിഞ്ഞാന്ന് പോലെ തുടങ്ങിയാണ് എന്നെ നോട്ട് ചെയ്യല്. എനിക്ക് എന്നോട് നേരത്തെ ദേഷ്യമുണ്ട്, അന്നെ അങ്ങനെ വിട്ടാൻ പറ്റൂല എന്നിട്ട് വന്നിട്ട് ഒരൊറ്റ ഇവൻ അങ്ങോട്ട് ഓടി. ഇപ്പൊ രണ്ടാൾ അടിമലായി. അടിമലായപ്പോ ഒരാളെ കുടുംബക്കാർ ഇത് കണ്ടപ്പോ ഓലൊക്കെ കൂടി എന്തിനാ അടിക്കണമെന്നും കൂടി അറിഞ്ഞിട്ടില്ല. ഇവന്റെ കൂടെ പോയിട്ട് ഇവനെ പൂസാൻ തുടങ്ങി. അപ്പൊ ഇവന്റെ കുടുംബക്കാർ അപ്പുറന്ന് വേറെ കണ്ട, ഓൽക്കറിയില്ല ഇവരെന്തിനാ അടിക്കണത്. അവരെ എന്നിട്ട് അങ്ങോട്ട് രണ്ട് കുടുംബം തമ്മിൽ അടിയായി. ആ കുടുംബം തമ്മിലുള്ള അടിയായപ്പോക്ക് നാട് മാറിയിട്ട് ചില ആൾക്കാർ ഇവിടെ ഇത് കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ നാട്ടുകാരെല്ലാം അടി കൂടുന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി ഒരു ഭാഗത്തും കെട്ട്, ഇവരെ നാട്ടുകാരെ കൂടി ആ ഭാഗത്തും കെട്ടു. രണ്ട് നാട്ടുകാരും മേലെ അടിയായി. തുടങ്ങിയത് ജിലേബിന്റെ കഷ്ണം ഒരു പരടിമ തേച്ചതാണ്. അവസാനം റോഡ് മുഴുവനും പുഴ ഒഴുകി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസ് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇനി നമ്മളെ ചിന്തിക്കുക, നമ്മളെ ഇടയിൽ ഇപ്പൊ കത്തിക്കേറിയ ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടാളിലും തുടങ്ങിയാണ് ഈ കാര്യം. ഞാൻ അതിനത് പറഞ്ഞു, ഞാൻ കൂടുതൽ തുറന്നു പറയണില്ല. രണ്ടാളിൽ നിന്നുള്ള നാലാളായി, നാലാള് പൊരായി, പൊരയിന്ന് മഹലിക്ക് ചീറ്റി, മഹലിൽ നിന്ന് പഞ്ചായത്തേക്ക് ചീറ്റി, പഞ്ചായത്തിൽ നിന്ന് ജില്ലയ്ക്ക് ചീറ്റി, ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് ചീറ്റി. ഇതിങ്ങനെ ആളുകൾ ഇതിന്റെ ഒക്കെ അസല് പരിശോധിച്ചാൽ ഓഫീസിൽ ഇരുന്നിട്ട് രണ്ടാൾ തർക്കം കൂടിയാണ് ഈ കാര്യം. ഇബ്ലീസ് ഇങ്ങനെ കൈയൊടിച്ചിരിക്കണ്ടോ? അതിൽ വലിയവരും വിടും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
അവ നമ്മൾ ഈ അന്നാസ് ശൈത്താൻ എങ്ങനെ ആവുമെന്നുള്ള രൂപ ഞാൻ പറഞ്ഞേ, വളരെ ചെറിയ പണിയോ എനിക്കുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത് ആരെ ഭാഗത്തുനിന്നാ കൂടുതൽ വരിക എന്നറിയോ? അതും മഹാന്മാര് പറഞ്ഞിട്ട് ഈ സാധനം പിടിച്ചേക്കാത്ത ആൾക്കാരാണ്. ഇത് ചിലവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ഒരു മഹാനായ സൂഫി തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്ത്, മോനെ ജനങ്ങളെ നാമൊക്കെ ഇജ്ജ് നോക്കരുത്, ഇജ്ജെടുക്കണ പണി എടുക്കണം. അവിടെ ആളുകൾ എന്ത് പറയണമെന്ന് ഇജ്ജ് നോക്കണ്ട. അവ കുട്ടി വെച്ച അപ്പൊ ആൾക്കാരെ തൊള്ള അടങ്ങിക്കൂല കുട്ടി, ആളുകൾ തൊള്ള അടങ്ങി നിൽക്കൂലെന്ന്. എന്നാലല്ലേ ഇപ്പൊ അവരൊന്ന് അടങ്ങിയിട്ട് നമ്മൾ പണി തുടങ്ങുക. ഓല അടങ്ങിക്കൂല. ഓല ഈ ചീത്ത ചെയ്താലും കുറ്റം പറയും, നല്ല ചെയ്താലും കുറ്റം പറയും. എന്നിട്ട് ഞാൻ എനിക്ക് കാണിച്ചു തരാവാന്ന് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ കേൾക്കാവുള്ളൂ. ഈ കുട്ടിനെ കൂട്ടിയിട്ട് പുറത്തിറങ്ങി. ശിഷ്യനുമാണ് മോനുമാണ്. കുട്ടിനെ കൂട്ടിയിട്ട് പുറത്തിറങ്ങി. വീട്ടിലൊരു കഴുതയാണ് വാഹനമായിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കട്ടോ. അങ്ങാടി കൂടി കഴുതനെ പിടിച്ചിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ നടന്നു. അപ്പൊ മറ്റാൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഏത് നാവുകൊണ്ട് പണിയെടുക്കണ പോലീസിന്റെ ആൾക്കാർ പറയുന്നത്, പോയത്തക്കാര് ബാപ്പയും മോനും പോകുന്നുണ്ടില്ല. കഴുത ഉണ്ടായിട്ട് കഴുത പുറത്ത് കയറിക്കൂടെ? എന്താ പറയേണ്ട ആവശ്യം? ഓല് കേറാതിരിക്കുക എന്തോ ചെയ്തോട്ടെ, ഇവർക്ക് എന്താ? പക്ഷെ അടങ്ങിക്കണില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കഴുതനെ നടത്തല, പിന്നെ എന്തിനാടോ കഴുത പൈസ കൊടുത്ത് വാങ്ങിക്കണേ? ഓ വാപ്പ വായിച്ചു മോനെ കേട്ടില്ലേ? ഇനിയിപ്പൊ കഴുതപ്പുറത്ത് കയറി പോലെ അടങ്ങിക്കോ. ഇനിയിപ്പൊ അതല്ലേ ഉള്ളത്. അവൻ എറിഞ്ഞു വാ, നമ്മൾ ഇങ്ങോട്ടൊന്നും കൂടി നടക്കുക. എന്നിട്ട് ബാപ്പ കഴുതപ്പുറത്ത് കയറി മോനെ നടത്തിച്ച്. അപ്പൊ വര് എന്ത് ബാപ്പയാണ് മോനെ നടത്തിക്ക, ബാപ്പ കഴുതപ്പുറത്ത് കയറുക. ഇതൊക്കെ അല്ലേ അഹങ്കാരം? ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ? കേട്ടു ബാപ്പയാറ്. എന്നാ നീ ഇജ് കയറി, ഞാൻ നടക്കാം. നേരെ തിരിച്ചിങ്ങട്ട്. അപ്പോഴും വരും ഒരു ചെറിയ കുട്ടിനെ കഴുതപ്പുറത്ത് വെച്ചിട്ട് വാപ്പ നടക്കുക. കുട്ടികള് കേടരൂലേ? കുട്ടികള് കേടരൂലേ? ഇങ്ങനെ കുട്ടികളെ അത് പഠിപ്പിക്ക. അടങ്ങിയോ? ഇനിയിപ്പൊ ആകെ വാക്കി രണ്ടാളും കൂടി കയറിയിരിക്കല്ലേ? അതും ചെയ്ത് അയിതപ്പോ പറയാ, ഒരു ചെയ്തയെ കഴുതപ്പുറത്ത് തടിയുള്ള രണ്ടാൾക്കാര്. ഈ മനുഷ്യന്മാരൊക്കെ എന്ത് മനുഷ്യന്മാരാ? ഒരു കൃഫാന്നുള്ളത് ആ മൃഗത്തിനോടില്ലല്ലോ. ഇപ്പൊ വരെ നാവ് അടങ്ങിയോ? ഇനി വരെ എന്താ ചെയ്യണ്ടേ? അല്ല നിങ്ങളൊന്ന് പറഞ്ഞാണ്, ഇനി എന്താണ് ഇവര് ചെയ്യാ? 5 സംഗതിയാണ് ഈ കഴുതയായിട്ട് ബന്ധപ്പെട്ടവർക്ക് ചെയ്യാനുള്ളത്. 5ഉം ചെയ്ത് ജനങ്ങളെ നാവടങ്ങില്ല. തിരിച്ചു വന്നിട്ട് മോനോട് പറഞ്ഞേ, ഇപ്പാന്റെ കുട്ടിക്ക് മനസ്സിലായില്ലേ? ഇനി ഇപ്പാന്റെ കുട്ടി ജനങ്ങളെ നോക്കരുത്, എടുക്കാനുള്ള പണി എടുക്കുക. ഈ കുട്ടി ചരിത്രത്തിൽ വലിയ മഹാനായതാണ്. കാരണം ചിലത് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുത്താൽ സംഗതി ശരിയാവും. എനിക്ക് എന്നോട് നിങ്ങളോടൊക്കെ ലാസ്റ്റ് പറയാനുള്ളതാണ്, ജനങ്ങളെ നാമക്കുമ്പോൾ നോക്കണ്ട. ഓലെ നല്ലോണം പുകഴ്ത്തിയിട്ട് അങ്ങോട്ടാക്കും ചെയ്യും, താഴ്ത്തിയിട്ട് പാതാളത്തേക്ക് താഴ്ത്തും ചെയ്യും. നമ്മൾ എടുക്കുന്ന പണി നമ്മൾ എടുക്കുക. അത് അള്ളാഹ്ക്ക് പൊരുത്തള്ളാന്ന് മാത്രം നോക്കിയാൽ മതി. അത് സ്വാലിഹ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും, നമുക്ക് കിട്ടിയാൽ മതി. എല്ലാരും കൂടി ഇപ്പൊ നമുക്ക് ഇഷ്ടം വേണ്ട. അള്ളാഹ് പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. കാരണം അന്നാസ് എവിടെ ഉണ്ട്? ശൈത്താന്റെ പണിയെടുക്കുന്ന ശൈത്താന്മാരായ അന്നാസന്നെ ഉണ്ട്. ശയാത്തീനൽ ജിന്നി വൽ ഇൻസി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അതിനെ എവിടെയും പറയണേ. ആ വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് സൂറത്തുൻ നാസിന്റെ സമാപനത്തിൽ പ്രത്യേകിച്ച് ആദ്യമായി എന്നെയും പിന്നെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. സൽക്കാലം നമ്മൾ ഒരുപാട് മാസങ്ങളായി തുടങ്ങിയിട്ട് 10 സൂറത്ത് ഏകദേശം ഒരു കൊല്ലത്തിന് മേലായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് മറ്റു പല വിഷയങ്ങളിലേക്കും കടക്കാണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ സൂറത്ത്, ഈ വന്നാസ് നിന്നുള്ള തന്നെ ദിവസങ്ങളോളം പറയണ്ട, തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കി തെറ്റെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഉൾവഴിയിലേക്ക് യാത്ര ചെയ്ത് ഖുർആന്റെ പ്രകാശധാരയിൽ ജീവിതം നിർവൃതി അടയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മളെ കോയമാങ്കാക്കാന്റെയും മുപ്പരെ ജ്യേഷ്ഠന്റെയും ഉമ്മ വഫാത്തായ ദിവസമാണ്. 2 ആളും ഒപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അവരെ വകയാണെന്ന് ചീരിനുള്ളത് ഉമ്മാന്റെ ഓർമ്മയില്. അള്ളാഹു താല അവരെ ഉമ്മാക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, ഖബർ വിശാലമായി കൊടുക്കട്ടെ. അവരെ നൽകിയ ചായ സൽക്കാരം അള്ളാഹു അവരുടെ ഖബറിലേക്ക്, ആ ഖബറിന്റെ വിശാലതക്ക്, പ്രകാശത്തിന് കാരണമായി എത്തിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലും ആദാബുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു അധികാരിയാണല്ലോ, അവന്റെ ഔദാര്യം കൊണ്ട് ആദാബുകളൊക്കെ അള്ളാഹു അവർക്കും നമ്മളെ ഉമ്മ വാപ്പ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഖബറുകളിൽ നിന്ന് അള്ളാഹു താല ഒഴിവാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ഖബറുകളൊക്കെ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു കുടുംബസമേതം സ്വർഗത്തിലാക്കി തെറ്റെ. പിന്നെ നബിയിൽ മുസ്തഫ മുഹമ്മദ്
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അർഹമുർറഹീമായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. ഒരു 10 സൂറത്ത് ചില്ലറ മാസങ്ങൾ വെച്ചുകൊണ്ട് ലളിതമായി പറഞ്ഞതിൽ പിഴവുകളുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. അതിലുള്ള നന്മകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ കലാമ വിശദീകരിക്കാനുള്ള ജ്ഞാനമോ നാവോ ഭാഷയോ ഞങ്ങൾക്കില്ല. കിട്ടുന്നതനുസരിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞപ്പിക്കുക എന്ന് മാത്രം. അതിലുള്ള പിഴവുകൾ അർഹമുർറഹീമീനായ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. അള്ളാഹുവെ, വലിയ അമലായി സ്വീകരിച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ ഇത് നിമിത്തമാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, ഭൂമിയുടെ മുകളിൽ നിന്ന് ആയത്തുകൾ ഓതി അർത്ഥം വെക്കുമ്പോൾ ഭൂമിയുടെ താഴെയുള്ള മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാഹ്. അവരെ ഖബറുകളൊക്കെ നീ വിശാലമായി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ചീഞ്ഞു തന്ന പ്രിയപ്പെട്ടവരുടെ ഉമ്മാക്ക് ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഖൽബ് മാരിഫത്ത് മഹബത്ത് കൊണ്ട് നീ കുളിർപ്പിക്കണേ അല്ലാഹ്. യഖീൻ കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഇഖ്ലാസ് കൊണ്ട് നിർവൃതിയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിന്റെ അറക്കുള്ളിലേക്ക് ഈമാന്റെ എല്ലാ പ്രകാശവും സകല കറകളും ഒഴിവാക്കി നീ നിറച്ചേരണേ അല്ലാഹ്. ഞങ്ങളുടെ സിറാത്ത് മുസ്തഖീമിലുള്ള റൂട്ടിൽ നീ തടസ്സമുണ്ടാക്കി തരില്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, സമയത്തിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, ആരോഗ്യത്തിൽ, പദ്ധതികളിൽ, തീരുമാനങ്ങളിൽ, യാത്രയിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഹോസ്പിറ്റലിൽ പടച്ചവനെ പോകുന്ന ആളുകളുണ്ട്. തലക്ക് അതിശക്തമായ സഞ്ചാരം കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രിയപ്പെട്ട സ്നേഹനിധിയുണ്ട്. അള്ളാഹുവേ, ഇത്തിരി ബേജാറിലാണ് അദ്ദേഹം. സൊക്കട് ബേജാറുള്ള അല്ലെങ്കിലും അദ്ദേഹം ബേജാറിലാണ്. നിനക്കറിയാം. അതിനെ ഒന്നും അല്ലാതാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ശിഫയായി കൊടുക്കണേ അല്ലാഹ്. യാ ഷാഫി, നീ ശിഫയായി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ, അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തെ പട്ടിണിയാക്കല്ല അല്ലാഹ്. ഭാര്യമാരെ വിധവകളാക്കല്ല അല്ലാഹ്. മക്കളെ അനാഥകരാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടും പടപ്പുകളോടൊരു ബാധ്യത ബാക്കി വെച്ച് മയ്യിത്താക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ തൊഴിലിലും, പ്രത്യേകിച്ച് കടലിൽ ഇറങ്ങുന്ന ആളുകളുണ്ട്, കരയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, റോഡിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, കടകളിലും എല്ലാം അല്ലാഹുവേ സുരക്ഷിതത്വം ബർക്കത്തും നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام واغفر لنا يا غفار وارحمنا يا رحمن وانصرنا يا نصير وافتح لنا يا فتاح ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.